അസ്സലാമലൈക്കും. എങ്ങനെയാണ് നാം ഒരു കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റ് റാപ്പർ ക്രിയേറ്റ് ചെയ്യുന്നത്? ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിക്കൊണ്ട് നമുക്ക് ഫോട്ടോ വെച്ചുകൊണ്ട് എങ്ങനെ ചോക്ലേറ്റ് റാപ്പർ ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഷീറ്റ് എന്നത് ലേസർ പ്രിൻ്റാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ സ്റ്റിക്കർ പേപ്പറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് സ്റ്റിക്കർ പേപ്പർ എന്നത് ഏകദേശം നമുക്ക് 70 to 100 GSM 150 GSM വരും. എന്നാൽ മാത്രം ഫ്ലെക്സിബിൾ ആയാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് സ്റ്റിക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. നമുക്ക് ഫോട്ടോ പേപ്പർ പോലെ വലിയൊരു GSM സ്റ്റിക്ക് ചെയ്യുന്ന പേപ്പറിൽ വേണ്ട. അതായത് നമുക്ക് ഫോൾഡ് ചെയ്യണ്ടല്ലേ, അതുകൊണ്ട് തന്നെ സ്റ്റിക്കർ പേപ്പർ അത്രയേ നമുക്ക് GSM ആവശ്യമുള്ളൂ. ഞാൻ എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്, ഡിസൈൻ ചെയ്യുന്നത് എന്നതൊക്കെ ഞാൻ ലേറ്റർ പറയാം. ഫസ്റ്റ് ഞാൻ ഇത് കട്ട് ചെയ്ത് റാപ്പ് ചെയ്യുന്നതാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നാം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ ഡിസൈനും ബോർഡർ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതില്ലാതെ, അതായത് തെറ്റാതെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഓരോ പേപ്പറും കട്ട് ചെയ്ത്, ഓരോ റാപ്പറും കട്ട് ചെയ്തതിന് ശേഷം മൂന്ന് ഭാഗം മാത്രം നമുക്ക് സ്റ്റിക്കിംഗ് പേപ്പർ റിമൂവ് ചെയ്താൽ മതി. ബിക്കോസ് നമുക്ക് ഒരു ഭാഗം ഫസ്റ്റ് ഫോൾഡ് ചെയ്യുന്ന ഭാഗത്ത് അത് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ടോപ്പ് ആൻഡ് ബോട്ടം സൈഡും ലാസ്റ്റ് നമുക്ക് സ്റ്റിക്ക് ചെയ്യുന്ന ഭാഗത്ത് മാത്രം നമുക്ക് മിഡിൽ പോർഷനിൽ തന്നെ ഫോട്ടോ വെച്ചുകൊണ്ട് നാം ആദ്യം നാം സ്റ്റിക്കർ റിമൂവ് ചെയ്യാത്ത ഭാഗം ഫോൾഡ് ചെയ്യുക. നെക്സ്റ്റ് ഫോട്ടോ മിഡിൽ തന്നെ വരുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് മാത്രം ഫോൾഡ് ചെയ്യുക. നെക്സ്റ്റ് അത് ആ ഭാഗവും കൂടി സ്റ്റിക്ക് ചെയ്യുക. എന്നിട്ടാണ് ടോപ്പ് ആൻഡ് ബോട്ടം സൈഡ് നാം സ്റ്റിക്ക് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടത്. ബോട്ടം ആൻഡ് ടോപ്പ് ഭാഗം സ്റ്റിക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫസ്റ്റ് മിഡിൽ സെക്ഷനിൽ പ്രസ് ചെയ്തതിന് ശേഷം മാത്രം കോർണറിൽ സ്റ്റിക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ചൊടിവ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് കോപ്പിക്കോ ആയത് കൊണ്ട് തന്നെ ഇതിനെ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് 8x6.5 ആണ് അതിൻ്റെ സൈസ്. ഓക്കെ, പിന്നെ ഈ സിക്സാഗ് കട്ടർ കൊണ്ട് നമുക്ക് ചോക്ലേറ്റിൻ്റെ സൈഡ് പോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നാം കിക്കറ്റ് പോലുള്ള ചോക്ലേറ്റ്സ് ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് 10x10 ആയിരിക്കും അതിൻ്റെ സൈസ് വരുന്നത്. ഇതെങ്ങനെയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ക്യാൻവയിൽ നിന്നും പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കസ്റ്റം സൈസ് ക്ലിക്ക് ചെയ്യുക. അവിടെ വിഡ്ത് ആൻഡ് ഹൈറ്റ് എന്നത് നാം 8x6.5 ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. സെൻറ്റിമീറ്ററിലാക്കിക്കൊണ്ട് 8x6.5 സെൻറ്റിമീറ്റർ നാം ക്രിയേറ്റ് ഡിസൈൻ കൊടുക്കുക. അത് നമുക്ക് അറിയണമെങ്കിൽ റഫ് പേപ്പറിൽ ഫസ്റ്റ് നാം ചെയ്ത് നോക്കുക എത്ര വേണ്ടി വരുമെന്ന്. അതിനുശേഷം മാത്രം നാം അത് കറക്റ്റല്ലേ എന്ന് നാം ഫോൾഡ് ചെയ്ത് നോക്കി അത് കറക്റ്റ് ചെയ്യുക. ക്യാൻവാസ് നമുക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ ബോർഡർ എലമെൻസിൽ നിന്നും റെഡ് ബോർഡർ എടുത്തിരിക്കുകയാണ്. അത് ഡ്രാഗ് ചെയ്ത് നമുക്ക് വേണ്ടുന്ന രീതിയിൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇനി നെക്സ്റ്റ് എലമെൻസിൽ നിന്നും ഷേപ്പ് ക്ലിക്ക് ചെയ്യുക. ഷേപ്പ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് ഷേപ്പിൽ ഓള് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നോർമലി നാം എടുക്കുന്ന ഫസ്റ്റിൽ, അതായത് റീസെൻ്റ്ലി ഞാൻ എടുത്തതാണ് ഷേപ്പ് അത് ക്ലിക്ക് ചെയ്യുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഫോട്ടോ മിഡിൽ പോർഷൻസിൽ വരുന്നതിന് വേണമെന്ന് അത് ഡ്രാഗ് ചെയ്ത് ഫുള്ളി ക്യാൻവാസിന് ഫുള്ളാക്കുക. വിഡ്ത് എന്നത് നാം എത്ര വേണമെന്ന് കൊടുക്കുക. പൊസിഷനിൽ പോയി, അതായത് ഫ്രണ്ട് പേജിൻ്റെ വിഡ്ത് തന്നെ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ലൈനിൽ നിന്നും സെൻറ്റർ ആക്കി കൊടുക്കുക. നെക്സ്റ്റ് അഡ്വാൻസിൽ പോയി ഞാൻ ഇപ്പോൾ കോപ്പി ചെയ്യുന്ന ചോക്ലേറ്റിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 3.5 ആണ്. അത് ഞാൻ മെഷർ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അത് അവിടെ എടുത്തുന്നത് 3.3 ഏകദേശം. അതായത് നമുക്കൊരു ജസ്റ്റ് തെറ്റാതിരിക്കാൻ, അതായത് ഫ്രണ്ടിൽ തന്നെ നമുക്ക് അതെന്ത് വരണം, അതിൻ്റെ ഡിസൈന് വരണം. അതിനു വേണ്ടി നമുക്ക് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തതാണ്. അത് ഇനി അതിൻ്റെ ട്രാൻസ്പെറൻസി കുറക്കുക, നല്ലവണ്ണം കുറക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് നല്ലവണ്ണം കുറച്ചപ്പോൾ ഞാൻ വീഡിയോ എടുത്തതിന് ശേഷമാണ് കാണുന്നത് അത് വീഡിയോയിൽ വിസിബിൾ ആകുന്നില്ല. സോറി, പക്ഷെ എനിക്ക് ഞാൻ ചെയ്യുമ്പോൾ കാണുന്നുണ്ടായിരുന്നു. ഇനി ടെക്സ്റ്റിൽ പോയി
അവിടെ ഹെഡിങ് കൊടുക്കുക. ഞാൻ സബ് ഹെഡിങ് ആണ് എടുത്തിരിക്കുന്നത്. അതിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിക്കൊണ്ട് നമുക്ക് വേണ്ടുന്ന ഫോണ്ട് സൈസ്, പിന്നെ ഫോണ്ട് സ്റ്റൈലും എല്ലാം ഏത് ഫോണ്ടിലാണോ എഴുതേണ്ടത് അതിൻ്റെ സൈസ് എത്രയാണോ വേണ്ടത് അത് നാം പ്രത്യേകം ഞാൻ ഈ ഷേപ്പ് എന്ന് ഞാൻ എടുത്തിരിക്കുന്ന ഇതില്ലേ ഷേപ്പ് എടുത്തിരിക്കുന്നത് അതിനുള്ളിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഇതിൻ്റെ പോർഷൻസ് കവർ ചെയ്യുകയുള്ളൂ. അതായത് ഫ്രണ്ടിൽ തന്നെ, അതായത് ബാക്കിലോട്ടേക്ക് ഫോൾഡ് ചെയ്യുമ്പോൾ അത് പുറത്ത് പോവാതിരിക്കാനാണ് ഈ ഞാൻ ഷേപ്പ് എന്നത് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനുള്ളിൽ തന്നെ നാം കൊടുക്കുന്ന ഹാപ്പി ബർത്ത്ഡേ ഫോട്ടോസ് എന്നൊക്കെ ഉൾക്കൊള്ളിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ കുട്ടിയുടെ നെയിമും അതിൽ തന്നെ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, നെക്സ്റ്റ് ലെറ്റർ സ്പേസിങ് എല്ലാം നാം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം കറക്റ്റ് നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അത് സെലക്ട് ചെയ്തതിന് ശേഷം അത് ഡ്രാഗ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരിക. മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നന്നായി ടോപ്പിൽ കൊണ്ടുവരാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ അത് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് പോകേണ്ട ഏകദേശം പോർഷൻസ് ഉണ്ട്. അത് ഏകദേശം 1 സെൻറ്റിമീറ്റർ വരും. അതിന് താഴെയായി നമുക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ അത് നാം പ്രത്യേകം നന്നായി മുകളിലേക്ക് കൊണ്ടുപോകാതെ കുറച്ച് താഴെ കൊണ്ടുവരിക. ഓക്കെ, നെക്സ്റ്റ് അപ്ലോഡിൽ പോയി ഫോട്ടോസ് സെലക്ട് ചെയ്യുക. അത് ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്തത് ഓൾറെഡി എടുത്തത് കൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തുള്ള ഫോട്ടോ നാം പ്രത്യേകം എടുക്കാൻ ശ്രദ്ധിക്കുക. അത് നമുക്ക് അവിടെ കൊടുക്കാം. അപ്പം അത് നമുക്ക് ആ ഷേപ്പിൻ്റെ ഉള്ളിൽ തന്നെ, അതായത് ഇതിൽ വിസിബിൾ ആവുന്നില്ല എന്നാലും നിങ്ങൾ പ്രത്യേകം എടുക്കാൻ ഞാൻ ട്രാൻസ്പെറൻസി കുറച്ച് നോക്കുമ്പോൾ നന്നായി കുറഞ്ഞു പോയി. എനിക്ക് വീഡിയോയിൽ ഇത് കാണുന്നില്ല എന്ന് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. അതിനനുസരിച്ച് നമുക്ക് ആ ഫോട്ടോ ഏകദേശം അത് ഫ്രണ്ടിൽ തന്നെ വരണം. അതായത് നന്നായി അത് ടോപ്പിലേക്കും പോകരുത്, നന്നായി താഴോട്ടേക്കും പോകരുത്. അതായത് ഫ്രണ്ട് ആ ടോപ്പസ്റ്റ് പോർഷൻസിൽ തന്നെ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ഒരു രീതിയിൽ നമുക്ക് ഫോട്ടോ അഡ്ജസ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് എന്താക്കണം, പേര് എഴുതണം. ഓക്കെ, പേര് താഴെ എഴുതുക. അതിനു വേണ്ടി ടെക്സ്റ്റ് എടുത്തുകൊണ്ട് നമുക്ക് പേര് അവിടെ സബ്മിറ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പേരും ആഡ് ചെയ്യാം. കെട്ടി മിഠായിയാണ് നാം സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് എന്നത് 10x10 ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, നെയിമിനും നമുക്ക് ഫോണ്ട് ഏത് ഫോണ്ടാണോ വേണ്ടത് ഫോണ്ട് സൈസ്, കളറ് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഞാനിവിടെ വൈറ്റിലാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ലുക്ക് ഉണ്ടാവുക എന്നത്. ഇത് ഡൗൺലോഡിൽ PNGയിലാണ് ഞാൻ ഇവിടെ സേവ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡൗൺലോഡ് പ്രസ് ചെയ്യുക. നമുക്ക് A3 ഷീറ്റിൽ എങ്ങനെയാണ് അതായത് ഞാൻ ഷെയർ ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഗാലറിയിൽ ഇത് സേവ് ആയിക്കൊള്ളും. നെക്സ്റ്റ് A3യിൽ എങ്ങനെയാണ് ഇത് സൈസ് ചെയ്യുന്നതെന്ന് നോക്കാം, സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. വാട്ട് വുഡ് ലൈക്ക് എന്നുള്ളിടത്ത് A3 ഡോക്യുമെന്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എലമെന്റ്സിൽ പോയി ഷേപ്പ് അല്ല നമുക്ക് ഫ്രെയിം സെലക്ട് ചെയ്യാം. ഓക്കെ, ഫ്രെയിം സെലക്ട് ചെയ്യുന്ന ഈ ഫ്രെയിം ഷേപ്പ് എന്നുള്ള സാധനം നമുക്ക് എന്താക്കാൻ പറ്റും, A3യിൽ ഏത് ക്യാൻവ പേജിൽ നിന്നും നമുക്ക് എഡിറ്റ് ചെയ്യാം. മീൻസ് നമുക്ക് നമുക്ക് എത്രയാണോ വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഷേപ്പ് എടുക്കുന്നത്. ഷേപ്പ് ആകുമ്പോൾ നമുക്ക് ഷേപ്പ് എടുത്തുകൊണ്ട് അത് അഡ്വാൻസിൽ നിന്നും നമ്മുടെ പേജ് എത്ര ഇതാണ് നമുക്കറിയാമല്ലോ, 8x6.5 ആണ്. അത് നമുക്ക് ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് അവിടെ കൊടുത്തുകൊണ്ട് നെക്സ്റ്റ് ബോർഡർ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ബോർഡർ കൊടുക്കാൻ വേണ്ടി അത് നെക്സ്റ്റ് അത് റീപ്ലേസിൽ നിന്നും നമുക്ക് ആ ഫ്രെയിമിൽ നാം നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഫോട്ടോസ് എന്നത് അത് നമുക്ക് ക്യാൻവ പേജിൽ തന്നെ കിട്ടും. ഞാൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിൽ കൂടുതലായി ആനിമേഷൻസ് ഒന്നും കൊടുക്കാതിരുന്നത്. അല്ലാത്തവർക്ക് പലതരം ലോലിപോപ്പ് പലതരം ഡിസൈനുകൾ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ വൈറ്റും ബ്ലൂവും ബാക്ക്ഗ്രൗണ്ടിൽ ജസ്റ്റ് പേരെഴുതാനാണ് വിചാരിക്കുന്നത്. ഇവിടെ പിന്നെ ബോർഡർ കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ സ്റ്റൈലിൽ നിന്നും നമുക്ക് സ്റ്റോക്ക് വെയിറ്റ് ഏകദേശം 0.4 ക്ലിക്ക് ചെയ്തുകൊണ്ട് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ബോർഡർ ഉണ്ടായാൽ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റും. ഇത് ഇനി കോർണറിൽ തന്നെ നമുക്ക് പേജിൽ കൊടുക്കുന്നതിന് വേണ്ടി നഡ്ജ് ക്ലിക്ക് ചെയ്യുക. താഴെ ടൂൾ ബാറിൽ കാണുന്ന നഡ്ജിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ മുകളിലത്തെ ഹാരോ ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് മുകളിൽ അതിൻ്റെ അറ്റം വരെ പോയിക്കോളും. അതുപോലെ ലെഫ്റ്റിൽ ക്ലിക്ക് ചെയ്തതിനാൽ നമുക്ക് ലെഫ്റ്റിൽ എത്രയാണോ വേണ്ടത് അതുപോലെ സെലക്ട് ചെയ്ത് ആയിക്കോളും. ഓക്കെ,
നെക്സ്റ്റ് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് പ്ലസിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇനിയും ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം അത് ഔട്ട്സൈഡ് ഓഫ് C3 പേജായി. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഇത് ഗ്രൂപ്പ് ചെയ്യുക. ഇത് മൂന്നും ഗ്രൂപ്പ് ചെയ്ത് നമുക്ക് താഴെ താഴെ കൊണ്ടുവരാം. ഫസ്റ്റുള്ള ഇത് ഗ്രൂപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് മൾട്ടിപ്പിൾ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് മൂന്നും ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുമ്പോൾ അത് നമുക്ക് താഴേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരിക. നെക്സ്റ്റ് വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. അപ്പോൾ അത് താഴെ താഴെ വരുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താക്കണം, ഇതിനെ വീണ്ടും ഈ 3 എണ്ണമായി ഗ്രൂപ്പ് ചെയ്തതിനെ വീണ്ടും ഗ്രൂപ്പ് ചെയ്യുക. അതിന് അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പം വീണ്ടും സെലക്ട് മൾട്ടിപ്പിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓരോന്നും മുകളിലത്തെ 3 ഓരോ ഗ്രൂപ്പുകളും സെലക്ട് ചെയ്യുക. അപ്പോൾ ടോട്ടലി എല്ലാം കൂടി ഒരു ഗ്രൂപ്പായി മാറും. നെക്സ്റ്റ് ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, നമുക്ക് പൊസിഷനിൽ പോയി അഡ്വാൻസിൽ പോയി നമുക്ക് അത് പൊസിഷൻസ് ആൻഡ് അഡ്വാൻസിൽ നിന്നും സെൻറ്റർ ആൻഡ് മിഡിൽ ക്ലിക്ക് ചെയ്യുക. സെൻറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പേജ് സെൻറ്ററിൽ കിട്ടും. അതുപോലെ മിഡിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ടും ക്ലിക്ക് ചെയ്യുക. അത് മിഡിലാണ് ഓൾറെഡി, അതുകൊണ്ടാണ് ഇനി മേലെ കാണുന്ന ഈ ആരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക്